പാഠം 774. ശ്രദ്ധ കുറവും ശ്രദ്ധ കൂടുതലും. നേരം വെളുത്തിട്ട് ഇത്രയും നേരമായി മുറ്റമടിക്കാൻ അവൾക്ക് സമയം കിട്ടിയിട്ടില്ല. ആരെങ്കിലും കയറി വന്ന പോകുന്ന എന്റെ മാനാണല്ലോ. എന്താ മോനട്ടാ ഇത്? ഒരു വില്ലേജ് ഓഫീസർ വീടാണെന്ന് നിനക്കറിയാലോ. ആഹാ, അങ്ങനെയാണോ? ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള ആളാണ്. അങ്ങനെ ഒരാളെ കാണാൻ പലരും ഇവിടെ കയറി വന്നിരിക്കും. ശരി. അങ്ങനെ വരുന്നവർ വന്നു കയറുമ്പോൾ കാണുന്നത് ഈ മുറ്റമല്ലേ? നീ എന്തുകൊണ്ടാണ് ഇതുവരെ മുറ്റം അടിക്കാത്തത്? മോഹനേട്ടാ, ഞാൻ അപ്പുറത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഓ, ഇത് ചോദിക്കാനായിട്ടാണോ മോഹനേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അതെ, ഇത് ചോദിക്കണമല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ എന്റെ വാലിരിക്കുന്ന രാവിലെ തന്നെ കേൾക്കാൻ നിൽക്കരുത്. വില്ലേജ് ഓഫീസറെ കാണാൻ ആരെങ്കിലും വരുമ്പോ ഈ മുറ്റത്ത് രണ്ട് കരിയിൽ കിടക്കുന്ന കഴിഞ്ഞിട്ട് വില്ലേജ് ഓഫീസറുടെ മാനം അങ്ങ് പോവാണെങ്കിലേ പോട്ടെ. ഇനി അതല്ല, മാനം കളയാതെ നോക്കിയേ പറ്റൂന്നാണെങ്കിൽ സാറേ ദാ അപ്പുറത്ത് ചൂലിരിക്കുന്നുണ്ട്, എടുത്ത് അടിച്ചങ്ങ് കളഞ്ഞോ. ഞാനോ? എന്താണ് ഈ ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ കരിയിലൊന്നും അങ്ങ് പോവില്ലേ? ദേ മോനട്ടാ, ഇനി എന്നെ ഇമ്മാതിരി കാര്യങ്ങൾക്ക് വിളിച്ച് മെനക്കെടുത്തരുത്. ഒരു വീട്ടിലുള്ളവരെ പറ്റി പുറമേ നിന്ന് വരുന്നവർക്ക് ഒരു മതിപ്പുണ്ടാകണമെങ്കിൽ വീടും പരിസരവും വൃത്തിയായിരിക്കണം. മുറ്റമടിക്കാതെയും വീട് വൃത്തിയാക്കാതെയും ഇരുന്നിട്ട് പിന്നെ ആ വീട്ടിൽ താമസിക്കുന്നയാൾ എത്ര ക്യാമനായിരുന്നിട്ടും ഒരു കാര്യവുമില്ല. മോഹനേട്ടൻ ഇപ്പൊ എന്താണ് വേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, മുറ്റമടിക്കണം. അപ്പൊ ഈ പച്ചക്കറിയൊക്കെ ആരാ മോനോട്ട് അരിഞ്ഞു വെക്കുക? മുറ്റമടിച്ചിട്ട് വന്ന പച്ചക്കറി അറിയാലോ. പച്ചക്കറി അരിഞ്ഞിട്ട് പോയി മുറ്റമടിച്ച എന്താണ് പ്രശ്നം? അതിനിടയിൽ ആരെങ്കിലും ഇവിടെ കയറുന്നത് എന്ത് ചെയ്യും? അവർ കാട് പിടിച്ചിരിക്കണ മുറ്റം കാണില്ലേ? ഞാനിതിവിടെ വെച്ചിട്ട് മുറ്റമടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കഴിക്കാനുള്ളത് സമയത്തുണ്ടാവാൻ പോകുന്നില്ല. അത് സമയത്തുണ്ടായില്ലെങ്കിൽ മോഹനേട്ടൻ ആഫീസിൽ പോകാൻ വൈകും. പറ, ഞാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? കഴിക്കാനുള്ള ഉണ്ടാക്കണം, മുറ്റമടിക്കണം. പോട്ടെ, ഞാൻ വളരെ എളുപ്പമുള്ള വേറൊരു വഴി പറയാം. ഞാൻ ഈ പച്ചക്കറി കരിഞ്ഞോളാം, മോഹനേട്ടൻ പോയി മുറ്റമടിക്ക്. അല്ലെങ്കിൽ ഞാൻ മുറ്റമടിച്ചോളാം, മോഹനേട്ടൻ പച്ചക്കറി അരിയ്. പറഞ്ഞു വരുമ്പോ മുറ്റമടിക്കാനാണ് എളുപ്പം. അതിന്റെ പ്രത്യേകിച്ച് സാമർഥ്യമൊന്നും ആവശ്യമില്ലല്ലോ. പക്ഷേ പച്ചക്കറി അരിയണമെങ്കിൽ അതിനൊരു മിടുക്ക് വേണം. മിടുക്ക്. പച്ചക്കറി അറിയാൻ എന്ത് മിടുക്ക്? സാർ ഇതൊന്ന് ചെയ്ത് നോക്ക്, അപ്പൊ അറിയാം ഇതിന്റെ പ്രയാസം എന്താന്ന്. ഞങ്ങൾ പെണ്ണുങ്ങൾ അടുക്കളയിൽ ചെയ്യുന്ന സകല ജോലിക്കും അങ്ങേറ്റ സാമർഥ്യം വേണ്ട ജോലികളാ. അല്ലാതെ ഈ കരം തീർത്ത് രസീത് കൊടുക്കുന്ന പോലല്ല. ഞാനിത് ആദ്യമായിട്ട് കേൾക്കുക. ഓ, അടുക്കള ജോലി ഞാൻ പ്രത്യേകിച്ച് കഴിവ് വേണോന്ന്? വേറെ ഒരു ജോലിക്കും കൊല്ലാത്ത പെണ്ണുങ്ങളല്ലേ ഭാമയെ അടുക്കള ജോലി ചെയ്യുന്നത്? അതിനൊക്കെ എന്തിനാ വലിയ കഴിവ്? ഇപ്പൊ പറഞ്ഞതിനുള്ള മറുപടി എനിക്ക് പറയാനുണ്ട്. ആദ്യം മോഹനോട് പോയി ആ ഫോൺ എടുക്ക്, എന്നിട്ട് ഞാൻ പറയാം. കഴിവ്. ഹലോ, അതെ. നമസ്കാരം സാർ. സുഖായിരിക്കും സാർ. ഇന്നലെ വൈകുന്നേരം സഹദേവൻ വില്ലേജ് വന്നിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. കളക്ടറേറ്റിൽ നിന്നുള്ളൊരു എഴുത്ത് എൻ്റെ കയ്യിൽ തന്നായിരുന്നു. ഞാനത് വിശദമായി നോക്കിയിട്ടില്ല. അതെയോ? അനന്ത, ഞാനിപ്പോ തന്നെ നോക്കിയിട്ട് വിളിക്കാം. ശരി സാർ.
ചായ. നീയല്ലേ പറഞ്ഞത് നിനക്ക് ഭയങ്കര തിരക്കാണെന്ന്, പിന്നെ അങ്ങനെ ചായ ഇട്ടത്? ഈ ചായ എടുക്കുന്നോണ്ട് കൂട്ടിയായിരുന്നു എനിക്ക് തിരക്ക്. ഓ, 3 നേരം കഴിക്കാൻ നേരത്തെ കഴിക്കാനുള്ളത് മോഹനേട്ടന് മുന്നിലെത്തും. ഇതെങ്ങനെ ഉണ്ടായി എന്ന് മോഹനേട്ടൻ ഇന്ന് വരെ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. എന്തൊരു മധുരാത്! ആണോ? എന്ന് കുടിച്ചോക്ക്, കുടിച്ചോക്ക്. ശരി, ഒരിത്തിരി മധുരം കൂടി. ഇത്രയോ? നീ ഇതിനകത്ത് 1 കിലോ പഞ്ചസാര വാരിയിട്ടിട്ടുണ്ട്. ഈ ചായ മുഴുവൻ ഞാൻ കുടിച്ചാൽ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ചാവും. ഷീ, ഇതൊക്കെ ഇത്ര വലിയ കാര്യാക്കാനുണ്ടോ? വേറെ ഒരു ജോലി അറിയാത്ത പെണ്ണുങ്ങളല്ലേ ഈ അടുക്കള ജോലിയൊക്കെ ചെയ്യുന്നത്. അത്രയ്ക്കും കഴിവില്ലാത്ത പെണ്ണുങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ചിലപ്പോ ഒക്കെ ഓരോരോ അബദ്ധങ്ങൾ പറ്റിയിരിക്കില്ലേ? മനസ്സിലായില്ലേ? ഒരു സാമ്പാറോ മീൻകറിയോ ഉണ്ടാക്കി മുന്നിൽ വെച്ച് തരുമ്പോ ഇടം വലം ഇങ്ങനെ നോക്കാതെ ഞം 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 എന്ന് കഴിക്കാറില്ലേ? അതിൽ ഉപ്പും മുളകും മല്ലിയും ഉള്ളിയും ഒക്കെ കൃത്യമായി ചേർത്ത് കൃത്യമായി വേവിച്ചുണ്ടാക്കുന്നതാണെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഓർത്തിട്ടുണ്ടോ? പലതരം സാധനങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് രുചിയുള്ള ഒരു കറി ഉണ്ടാക്കുന്നതിലും വലിയ എന്ത് എഞ്ചിനീയറിംഗ് ആണ് മോഹനേട്ട ഉള്ളത്? പക്ഷേ അതൊക്കെ ചെയ്യുന്നത് ജോലിയൊന്നുമില്ലാത്ത, ഡിഗ്രി ഇല്ലാത്ത പെണ്ണുങ്ങളായതുകൊണ്ട് അതിനൊന്നും ഒരു വിലയില്ല. രാവിലെ എഴുന്നേറ്റ് ഒരു ജോലിയും ചെയ്യാതെ പത്രം എടുത്തു നോക്കി ഉത്തര കൊറിയയുടെ ഹൈഡ്രജൻ ബോംബിനെയും ഇറാഖിന്റെ അണുബോംബിനെയും പറ്റി വാതോരാതെ സംസാരിക്കുന്ന ആണുങ്ങള് ബുദ്ധിമാന്മാർ, ലോകവിവരമുള്ളവർ, പ്രതിഭാശാലികൾ. അടുക്കള കയറി വീട്ടിലുള്ളവർക്ക് വായ്ക്ക് രുചിയായിട്ട് വല്ലതും വെച്ചുണ്ടാക്കി കൊടുക്കുന്ന പെണ്ണുങ്ങളോ ബുദ്ധിയില്ലാത്തവർ, ലോകവിവരമില്ലാത്ത പെണ്ണുങ്ങൾ. മോഹനേട്ടാ, ഈ ലോകവിവരം പുഴുങ്ങി തിന്നിട്ടുണ്ടെങ്കിൽ വിശപ്പ് മാറുമോ? ഇത്രയൊന്നും പറയാനായിട്ട് ഞാൻ മനപ്പുറം പഞ്ചസാര കൂട്ടിയിട്ടതാണ്. ഇന്നലെ മിനിങ്ങാന്ന് ചായ ഉണ്ടാക്കിയപ്പോ രുചി കൃത്യായിരുന്നില്ലേ? പെണ്ണുങ്ങളെ കളിയാക്കി വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ചായയിൽ പഞ്ചസാര കൂടുക മാത്രമായിരിക്കില്ല, കറിയിൽ ഉപ്പും മുളകും ഒക്കെ കൂടും. തുണി അലക്കുമ്പോഴേ വൃത്തിയാവുകയേയില്ല. തുണി തേക്കുമ്പോ ചുളിവ് അതവിടെ തന്നെ ഉണ്ടായിരിക്കും. അതെ, ഇതിനൊക്കെയുള്ള മറുപടി എന്റെ കയ്യിലുണ്ട്. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു ജോലി ചെയ്യാനുണ്ട്. സാധാരണ ജോലിയല്ല, തഹസീൽദാർ എന്നെ ഏൽപ്പിച്ച ജോലി. സത്യഭാമയോടാണ് വില്ലേജ് ഓഫീസറുടെ കളി. ഞാൻ ശരിയാക്കി തരാം. ഇതൊരുപാട് അങ്ങ് കൂടിപ്പോയി. ഇത്രയ്ക്കങ്ങ് പ്രതീക്ഷിച്ചില്ല. ബാഗിലല്ലേ വെച്ചത്? കാണാനില്ലല്ലോ. ഭാമേ, ഒരു സാധനം ഒരിടത്ത് വെച്ചാൽ കാണില്ല. ഇതിന് വൃത്തിയായ ചുറകൊക്കെ ഇല്ലല്ലോ. എന്താണ് ഈ ബാഗിലിരുന്ന കടലാസ് എവിടെ? കടലാസോ? കളക്ടറുടെ ഉത്തരവാണ്. ഇന്നലെ ഉച്ചയായപ്പോ താലൂക്ക് ഓഫീസിലെ സഹദേവൻ വില്ലേജ് ഓഫീസിൽ കൊണ്ടുവന്ന് തന്നതാ. അതെവിടെ? അത് വില്ലേജ് ഓഫീസിൽ കാണും. വില്ലേജ് ഓഫീസിൽ ഇല്ലല്ലോ. ഇന്നലെ പോരാ നേരം ശിശുപാലനത്തിന്റെ കൈ തന്നായിരുന്നു. ഞാനത് ഈ ബാഗിൽ വെച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഇന്നലെ ഈ ബാഗ് ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോ ആ കടലാസിനകത്ത് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതില്ല. എവിടെ? ഓ, അപ്പൊ അതാണ് സംഭവം. കാര്യം ഇപ്പോഴല്ലേ എനിക്ക് പിടികിട്ടിയത്. ഇന്നലെ ബാഗ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ ആ കടലാസ് അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുക്കള കുറച്ചു നേരം വർത്താനം പറഞ്ഞോണ്ട് ഇന്നലെ മോഹനേട്ടാ. ആ സമയത്ത് നമ്മൾ കാണാതെ, ഒച്ച ഉണ്ടാക്കാതെ ആ കടലാസ് ഈ ബാഗിൽ നിന്ന് പുറത്ത് ചാടി ഒരു ഒറ്റ ഓട്ടം. മോഹനേട്ടാ, കുറച്ചു മുന്നേ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഇത്തരം നിസാര കാര്യങ്ങളുടെ പേരിൽ എന്നെ ശല്യപ്പെടുത്താൻ വരരുതെന്ന്. മോഹനേട്ടൻ ആപ്പീസിൽ നിന്ന് മോഹനേട്ടൻ കൊണ്ടുവന്ന കടലാസ് എവിടെയെന്ന് മോഹനേട്ടനാണ് ആലോചിക്കേണ്ടത്, അല്ലാതെ എന്നെ മെക്കിട്ട് കയറല്ല വേണ്ടത്. അതെവിടെ പോയി? ഇതല്ലല്ലോ. അവളെടുത്ത് തന്നെ.
നിനക്ക് തമാശ കളിക്കാനുള്ള കടലാസ് അല്ലത്. അതെവിടെ ചെന്ന് പറ. ആ ഉത്തരവ് നോക്കി അതിൽ പറഞ്ഞിരിക്കുന്ന സർവേ നമ്പറിലെ ഭൂമിയെ പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഉത്തരവില്ലാതെ സർവേ നമ്പർ എങ്ങനെയാണെന്ന് എങ്ങനെ അറിയും? ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല മോഹനേട്ടാ. മോഹനേട്ടന്റെ ബാഗിലിരുന്ന കടലാസ് ഞാൻ കണ്ടിട്ടുമില്ല, എടുത്തിട്ടുമില്ല. അല്ലെങ്കിൽ തന്നെ മോഹനേട്ടന്റെ ബാഗ് തുറന്നു നോക്കേണ്ട കാര്യം എനിക്കെന്താണ്? ചോറ്റുപാത്രം എടുക്കാനാ നീ ബാഗ് തുറന്നില്ലേ? തുറന്നു. അപ്പോഴായിരിക്കും നീ ആ കടലാസ് എടുത്തിട്ടുണ്ടാവുക. ആ ബാഗ് ഇന്നലെ അവിടെ വെച്ച ശേഷം ഇതുവരെ ഞാനത് തുറന്നു നോക്കിയിട്ടില്ല. ആകെ തുറന്ന നീയാ. പിന്നെ ആ കടലാസ് എടുത്ത് നീ ആയിരിക്കുമല്ലോ. ബാഗ് തുറന്ന് ചോറ്റുപാത്രം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. മോഹനേട്ടന്റെ പേപ്പർ ഞാൻ എന്തിനാ എടുക്കുന്നത്? ഭാമേ, ഞാൻ പറഞ്ഞു അതൊരു വളരെ പ്രധാനപ്പെട്ട കടലാസാണെന്ന്. എനിക്കിതിപ്പോ കിട്ടിയേ പറ്റൂ. സത്യം പറ, കടലാസ് അവിടെ. ഒരു കാര്യം ചെയ്യും. 8:30 ബസ്സിൽ കയറി ടൗണിൽ ചെന്നിറങ്ങി അവിടെ നിന്നുള്ള ബസ് പിടിച്ച് പാടൂർ പടിപ്പുരയിൽ ചെല്ലുക. അവിടെ മഷിനോട്ടമൊക്കെ ഉണ്ട് മോഹനേട്ടാ. മഷിനോട്ടത്തിൽ എന്തായാലും കാര്യം അറിയാൻ പറ്റും. ഭാമേ, തമാശ പറയാനുള്ള നേരമല്ലത്. മര്യാദക്കെന്റെ കടലാസ് തരുന്ന എനിക്കല്ലത്. മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാന്ന്. ഇനി എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലേ ആഫീസിൽ പോകുന്ന നേരത്തെ കഴിക്കാനൊന്നും ഉണ്ടാവില്ല. ആ ഉത്തമനാണല്ലോ. എന്താ നിനക്ക് ഭയങ്കര തിരക്കാണെന്നല്ലേ പറഞ്ഞത്? പിന്നെ നീ ഇങ്ങനെ ഉത്തമനോട് സംസാരിക്കും? വെറുതെ സമയങ്ങൾ എന്റെ കയ്യെന്ന് വിട്. എന്റെ കടലാസ് തരാതെ വിടുന്ന പ്രശ്നമില്ല. വിടില്ല. ഒരു വെള്ള കടലാസില് കറുത്ത മഷിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നല്ലേ? അതെ. അതിന്റെ താഴെ കളക്ടറുടെ ഒപ്പുണ്ട്. ആ എഴുത്തിന്റെ കാര്യമായിരുന്നു ഒന്ന് പറയണ്ടായിരുന്നു മോനേട്ടാ. അത് ഞാൻ തിന്നു. നമസ്കാരം വക്കീലെ. നമസ്കാരമുണ്ട് സാറേ. വട്ടപ്പറമ്പിലെ ശങ്കരൻകുട്ടി കെട്ടിയോളും തമ്മിൽ ഇന്നലെ ഭയങ്കര വഴക്കായിരുന്നു. രാത്രി മുഴുവൻ ചീത്തവിളി ബഹളം. നേരം വെളുത്തപ്പോ പോലീസ് പരാതിപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഭാനുമതി ഇറങ്ങി പോവുകയും ചെയ്തു. നാട്ടുകാർ ചേർന്ന് തൽക്കാലം പറഞ്ഞു ഒതുക്കിയിട്ടുണ്ട്. പക്ഷെ വക്കീൽ ഒന്ന് വിളിച്ച് സംസാരിക്കാതെ പ്രശ്നം തീരുന്ന മട്ടില്ല. ഞാനോ? അതെ വക്കീലെ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വഴക്കുണ്ടായപ്പോ ഭാനുമതി ഇറങ്ങി വീട്ടിൽ പോയതല്ലേ? അന്ന് വക്കീലാണല്ലോ രണ്ടുപേരെയും വിളിച്ചു വരുത്തി നല്ല വർത്തമാനം പറഞ്ഞ പ്രശ്നം തീർത്തത്. അതുകൊണ്ട് ശങ്കരൻകുട്ടിയും ഭാനുമതിയും തമ്മിൽ വഴക്കാണ് എന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് സംസാരിച്ച് വഴക്ക് തീർക്കാൻ നോക്കി എന്നുള്ള നേര് തന്നെയാ. എന്ന് വെച്ച് അവര് വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ അത് തീർക്കാൻ നടക്കാൻ എനിക്ക് നേരമുണ്ടോ? ഇത് ഒന്ന് എന്റെ മോഹനേട്ട പല പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ആ കടലാസ് ഞാൻ കണ്ടിട്ടില്ല, എടുത്തിട്ടില്ല എന്ന്. ഈ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു കടലാസ് നീ അറിയാതെ എവിടെ ഇറങ്ങി പോവാനാ? ഇത് തമാശ അല്ല. തഹസിൽദാര് എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യാനാണ് ഞാനത് ചോദിക്കുന്നത്. മര്യാദക്ക് തരുന്നത്. എന്താണ് സാർ പ്രശ്നം? ഉത്തമ, ഞാൻ ആഫീസിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കടലാസ്, അത് കളക്ടറുടെ ഉത്തരവാണ്. ആ സാധനം ഇപ്പൊ കാണാനില്ല. ആഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഞാൻ അതെടുത്ത് ബാഗിൽ വെച്ചത് എനിക്ക് ഉറപ്പാണ്. ഇപ്പോഴത് കാണുന്നില്ല. ഇവനെടുക്കാതെ എവിടെ പോനാ? മോനട്ടാ, ഒരു കാര്യം സൂക്ഷിക്കാൻ അറിയില്ലെങ്കിൽ വെറുതെ എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തരുത്. ശങ്കരൻകുട്ടിയുടെ ഭാര്യ ഭാനുമതി ശങ്കരൻകുട്ടിയോട് പിണങ്ങി വീട്ടിൽ പോയതും ഇമാതിരിയുള്ള ശല്യം കാരണമാണ്. നീ ഇറങ്ങി നിന്റെ വീട്ടിൽ പോകും എന്നാണോ പറയുന്നത്? ഞാൻ ഇറങ്ങിപ്പോന്ന് വീട്ടിലേക്ക് ആയിരിക്കില്ലല്ലോ മോഹനേട്ടാ, പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. അത് ഓർത്ത് കൊള്ളാം. ആ ഉത്തരവ് അവളെടുത്താണെന്ന് എനിക്ക് ഉറപ്പാ. അവളല്ല അവൻ ആരാ ബാഗ് എടുക്കുന്നത്? ഇന്നലെ ആഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരം ആ ഉത്തരവും കുര്യാക്കോസിന്റെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റും കൂടി ശിശുപാലൻ എന്നെ ഏൽപ്പിച്ചതും ഞാനത് ബാഗിൽ വെച്ചതും എനിക്കും. എന്താണ് സാറേ? സാറേ നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഓഫീസിലേക്ക് വരുമായിരുന്നു. സാറിന്ന് നേരത്തെ ഇറങ്ങിയോ? വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് 5 മണി വരെയാണ്. 5 മണി കഴിഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. കുര്യാക്കോസിന് സമയനിഷ്ഠയില്ലാത്തതിന് എന്നെ കുറ്റം പറയരുത്. ഇതല്ല. സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടവർ വില്ലേജ് ഓഫീസിൽ വന്ന് വാങ്ങണമെന്നാണ് നിയമം. ഇപ്രാവശ്യത്തേക്ക് ഞാൻ ഈ സഹായം ചെയ്തു എന്നതുകൊണ്ട്
അടുത്ത പ്രാവശ്യം ഞാൻ സർട്ടിഫിക്കറ്റ് വീട്ടിൽ കൊണ്ടുവന്ന് തരും എന്ന് കരുതരുത്. ഇല്ല സർ, എന്തായാലും വലിയ ഉപകാരമായി. ശരി സാർ. ശരി. സാറേ, ആ. ഈ എന്ത് സംഭവം? ആ കടലാസ് ബാഗിലല്ല, പിന്നെ എന്റെ ഷർട്ടിന്റെ പോക്കറ്റില്ല. സാറേ, ഛെ, എന്റെ ഷർട്ട് അവിടെ. ഷർട്ടോ? ആ, ഞാൻ ഇന്നലെ ഇട്ടൊന്നും ഷർട്ടില്ലേ, അതവിടെ. അതേ അലക്കിട്ടു. അലക്കിയോ? ആരോട് വിളിച്ചിട്ട്? മോഹനേട്ടൻ ഷർട്ട് അലക്കാൻ ഞാൻ എന്തിനാ ചോദിക്കുന്നത്? ആ ഷർട്ടിന്റെ പോക്കറ്റിലാണ് കളക്ടറുടെ ഉത്തരവ്. ഷർട്ടിന്റെ പോക്കറ്റിലോ? ആ, ഇന്നലെ വഴിക്ക് വെച്ച് കുര്യാക്കോസിനെ കണ്ടപ്പോ ഞാൻ ബാഗിലിരുന്ന കടലാസ് എടുത്ത് പോക്കറ്റിൽ വെച്ച് പോയി. നിന്നോട് ആരും അപ്പോഴേക്കും അടുത്ത് അലക്കാൻ പറഞ്ഞത്? ഈ അലക്കിയ ഷർട്ട് അവിടെ. അത് പുറത്തെ അയ്യെ കിടപ്പുണ്ട്. എന്റെ കടലാസിനല്ലോ പറ്റിയ നിന്റെ അങ്കോ അഹങ്കാരി. ഇവിടെ. അയ്യോ, ഈ ഷർട്ടല്ലേ ഇന്നലെ എന്റെ? അതെ, ആ കടലാസുണ്ട്. ഈശ്വര, കളക്ടറുടെ ഉത്തരവ്. ഈ കടലാസ് ഷർട്ടിന്റെ പോക്കറ്റ് കിടക്കുന്ന ഞാൻ കണ്ടില്ല മോഹനേട്ടാ. എങ്ങനെ കാണാനാ? നിനക്ക് ഇതിലൊക്കെ എന്തെങ്കിലും ശ്രദ്ധയുണ്ടോ? എന്നെ കാണിക്കാനായി എന്തെങ്കിലും ചെയ്തെന്ന് വരുത്തണം, അത്രയല്ലേ ഉള്ളൂ. തുണി അലക്കാൻ എടുക്കുന്നതിന് മുമ്പ് അതിന്റെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും നോക്കാത്ത നിനക്ക് എന്ത് വിവരമാണുള്ളത്? തോപ്പിക്കാൻ നോക്കരുത് എന്നെ. ഞാനിനി തഹസിൽദാരുടെ പറയും. മോഹനേട്ടാ, ഇതൊരു കടലാസാണെന്നല്ലേ ഉള്ളൂ. അത് നഷ്ടപ്പെട്ടു പോയിന്ന് പറ. ആളുകളുടെ കയ്യിൽ നിന്ന് പണവും സ്വർണവും ഒക്കെ പോകുന്നില്ലേ? അതിനെക്കാട്ടിലും വലുതാണ് ഒരു കടലാസ്. അയ്യോ, വെറും കടലാസ് ആര് പറഞ്ഞു? ഇതിന്റെ അടിയിൽ ഒപ്പിട്ടിരിക്കുന്ന കളക്ടറാ, ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടർ ഒപ്പിട്ടുന്ന ഒരു പേപ്പർ പോലും സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ആളാണ് ഞാനെന്ന് അറിഞ്ഞാൽ നാട്ടുകാരനെ പറ്റി എന്ത് കരുതും? നീ കുറച്ചും എന്താ പറഞ്ഞത്? അടുക്കളയിൽ പെരുമാറുന്ന പെണ്ണുങ്ങളൊക്കെ എഞ്ചിനീയർമാരെക്കാളും കേമികളാണ്. കറിയിൽ പാകത്തിന് ഉപ്പും മുളകും ചായയിൽ പഞ്ചസാരയും കൃത്യമായി ഇടുന്നവരാണ് ലോകത്തിൽ ഏറ്റവും വലിയ കേമികളെന്ന്. ഒരു ഷർട്ട് എടുത്ത് വെള്ളത്തിലിടുന്നതിന് മുമ്പ് അതിന്റെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കണ്ടേ? ഇതൊന്നും നോക്കാനുള്ള ബുദ്ധിമുട്ടില്ല നിനക്ക്. ചൂരല്ലടിക്കാൻ വേണ്ടത്, ചൂരല്. നിന്നെ പോലുള്ള പെണ്ണുങ്ങളുടെ അറിവില്ലായ്മയും അഹങ്കാരവും ബുദ്ധിയില്ലായ്മയും കാരണമാണ് ഈ ലോകത്തുള്ള സകല പ്രശ്നങ്ങൾ നടക്കുന്നത്. 3 നേരം ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരു ഒറ്റ കാരണത്താലല്ലേ നീയൊക്കെ ഇങ്ങനെ അഹങ്കരിക്കുന്നത്? നിന്റെയൊക്കെ അഹങ്കാരം ഒരിക്കൽ തീരും. എന്നാലും ഞാനിനി തഹസിൽദാരത്ത് എന്ത് പറയും? എന്ത് പറയും ഞാൻ ഇനി തഹസിൽദാരോട്? കടലാസ് മോഷണം പോയെന്ന് പറഞ്ഞാലോ? കത്തിപ്പോയെന്ന് പറയുന്നതായിരിക്കും നല്ലത്. ജില്ലാ കളക്ടറുടെ കാര്യാലയം. താഴെ പറയുന്ന തഹസിൽദാർമാരും അവരുടെ കീഴിലുള്ള വില്ലേജ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. കളക്ടർ ഉത്തരവല്ലേ? കൂടുതൽ ചോദ്യങ്ങൾ ഇങ്ങോട്ട് വേണ്ട. ഇതെടുത്തു വെച്ച് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാ ചെയ്. ഇത് നിന്റെ കയ്യിൽ ഉണ്ടായിട്ടാണോ ഇത്ര നേരം കുറങ്ങ് വിളിപ്പിച്ചേ? എന്റെ നല്ല ജീവൻ പോയിരിക്കായിരുന്നു. മോഹനേട്ടന്റെ കളക്ടർ മോഹനേട്ടൻ അയച്ച ഉത്തരവ് സൂക്ഷിക്കലല്ല എന്റെ ജോലി. ഇന്നലെ അലക്കാനായിട്ട് ഷർട്ട് മുണ്ടും എടുത്ത് മുറ്റത്തെ അലക്കയിൽ കൊണ്ടേ വെച്ചത് മോഹനേട്ടൻ തന്നെയല്ലേ? ഷർട്ടിന്റെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ജോലി ആ ഷർട്ട് അവിടെ കൊണ്ട് ഇടുന്നവർക്കാണ്. കുറച്ചു മുന്നേ സാർ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത്? എന്നെ പോലെ ബുദ്ധിയില്ലാത്ത പെണ്ണുങ്ങളെ ചൂരില് കൊണ്ട് അടിക്കണോന്നോ? എനിക്ക് ശ്രദ്ധയും ബുദ്ധിയും ഉള്ളത് കൊണ്ട് വില്ലേജ് ഓഫീസറുടെ മാനബോധം രക്ഷപ്പെട്ടു. ഇതാണ് ഒന്നും പറയില്ലേ? ഈ ഭൂമിയിൽ നിലവിലുള്ള സകല പ്രശ്നങ്ങളും പെണ്ണുങ്ങൾ ഉണ്ടാക്കിയതാണെന്നും പറയുന്നത് കേട്ടായിരുന്നല്ലോ. ഈ പ്രശ്നം ആരാണ് ഉണ്ടാക്കിയത്? ഞാനില്ലെങ്കിൽ കാണായിരുന്നു വില്ലേജ് ഓഫീസറുടെ ഇടപാട് തീരുന്നത്. അവന് ഒരുപാട് ഉത്തരവാദിത്തമുള്ള ജോലികൾ ചെയ്യുമ്പോ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകും. അയ്യോ, ആ ഉത്തരവാദിത്തത്തിന്റെ പിടി ഇതുവരെയും വിട്ടില്ല. ശരി, അപ്പൊ നമുക്ക് നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാം. ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത്? അടുക്കളയിൽ കയറി കഴിക്കാനുള്ള ഉണ്ടാക്കണോ അതോ മുറ്റടിച്ച് വൃത്തിയാക്കണോ? എന്തായാലും നീയാണല്ലോ രണ്ടും ചെയ്യുന്നത്. ഓ, അവൻ നിന്റെ സൗകര്യം നടക്കട്ടെ.
അയ്യടാ. തൊട്ടതിനും പിടിച്ചതിനും ഭാര്യയെ കുറ്റം പറയുന്ന ഭർത്താക്കന്മാർക്ക് ഒടുവിൽ ഭാര്യയുടെ സഹായം വേണ്ടി വരുമെന്നതാണ് ചരിത്രം. വില്ലേജ് ഓഫീസറുടെ ശ്രദ്ധക്കുറവ് വക്കീലിന്റെ ശ്രദ്ധ കൂടുതൽ കൊണ്ട് പരിഹരിച്ച നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം.